മണി കഴിഞ്ഞാലാണ് മൂപ്പര് കൂടുതൽ ആക്റ്റീവ്. രാവിലെ നേരത്തേക്കാളും നമ്മുടെ ജനപ്രതിനിധി ആക്റ്റീവ് ആവുന്നത് രാത്രി 11 മണിക്ക് ശേഷം. രാത്രി മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് ഇരുന്ന് പാലക്കാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കാത്തു സൂക്ഷിക്കുന്ന MLA ആണ് പാലക്കാട് കിട്ടിയിരിക്കുന്നത്. ഞങ്ങള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില വാർത്തകൾ വന്നു. ആ സമയത്ത് കോൺഗ്രസിലുള്ള ചില സുഹൃത്തുക്കളോട് ചോദിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. അവർ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകളുടെ സ്ഥിതി അതിലും കഷ്ടമാ. ഇപ്പോ ഇയാള് വരുന്നുണ്ട് പറഞ്ഞാൽ, ഇയാള് പരിപാടിക്കുണ്ട് പറഞ്ഞാൽ സ്ത്രീകള് വരുന്നില്ല, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ടാ വരുന്നത്, അല്ലെങ്കിൽ കൊറോണ പീരീഡിലെ പോലെ ഇത്ര അകലത്തിൽ നിന്നിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ളതായി. കസേരയുടെ അടുത്തിരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. പാലക്കാട്ടിലെ പല പ്രോഗ്രാമുകളിലും പങ്കെടുത്ത സ്ത്രീകൾ പറയുന്നത് കസേരയുടെ അടുത്തിരിക്കാൻ പറ്റില്ല. ആശാന് 7 മുതൽ 70 വരെയുള്ള ആളുകളായാലും ഒരേ രീതിയിലുള്ള പെരുമാറ്റ. കുട്ടികളോടൊന്നില്ല, അമ്മമാരോടൊന്നില്ല, മുത്തശ്ശിമാരോടൊന്നില്ല. ആരെ കണ്ടാലും ഒരു കോലിൽ തുണി ചുറ്റിയത് കണ്ടാൽ മൂപ്പർക്ക് ഹാലിളകും, ആവേശമിളകും. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ പെണ്ണുപിടിയനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണം. കോൺഗ്രസ് പാർട്ടി പെണ്ണുപിടിയനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണം. എനിക്ക് സംശയം പല ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള പണിയും ഈ മാമാപ്പണിയും ഇയാൾ ചെയ്യണ്ടോന്ന സംശയം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന പതിവ് കണ്ടിട്ടില്ല. കോൺഗ്രസില് ഇയാളെ സംരക്ഷിക്കാൻ എന്തൊരു വെപ്രാളാണ്. നേരത്തെ ഉണ്ടായ സംഭവത്തിൽ കോടികൾ കൊടുത്ത് ഒതുക്കാനാണ് ഉള്ള എല്ലാ ശ്രമവും നടത്തിയത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ്. ഞങ്ങളുടെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ആ കഥയൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം ബാധിക്കപ്പെട്ട ഇരകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യാകുലതയുണ്ട്. അവരുടെ ജീവിതം തകർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കശ്മലൻ നിരവധി പെൺകുട്ടികളുടെ ജീവിതം കേരളത്തിൽ തകർത്തു. കോൺഗ്രസ് പാർട്ടി ഇവനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ജനപ്രതിനിധിയെ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം. പോലീസിനോട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത്തരത്തിലുള്ള പെണ്ണുപിടിയനായിട്ടുള്ള ആളുകളെ, അത് ജനപ്രതിനിധിയായാലും ഈ രാജ്യത്ത് ഒരേ നിയമം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമത്തിന് ഒരേ നിയമമാണ്. അത്തരം ആളുകൾക്കെതിരായിട്ട് പ്രതിഷേധമുണ്ടാവുന്ന സമയത്ത് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് ഇത്തരമുള്ള പ്രതിഷേധങ്ങള്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയത്തും പാലക്കാടിലെ സ്ത്രീകളുടെ മാനം കാക്കാൻ, പാലക്കാടിലെ സ്ത്രീകൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് അതിന് വഴിയൊരുക്കാനായിട്ട് പ്രതിഷേധിക്കാനായി വന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി, നമസ്കാരം.